Good evening. ഇന്ന് നമുക്ക് ക്ലാസ് 10ന്റെ BSO ബൂസ്റ്റർ ആണ്. ഫസ്റ്റ് പാർട്ടിൽ ലക്ഷ്മി മിസ് എടുത്തതായിരുന്നു. അതിൽ നിങ്ങൾ ഏതൊക്കെ ചാപ്റ്റേഴ്സാണ് ഡിസ്കസ് ചെയ്യുന്നതെന്ന് ഓർക്കുന്നുണ്ടോ? സ്ട്രക്ചർ ഓഫ് ദ ആറ്റം, പീരിയോഡിക് പ്രോപ്പർട്ടീസ് ആൻഡ് ക്ലാസിഫിക്കേഷൻ ആൻഡ് ഓൾസോ കെമിക്കൽ റിയാക്ഷൻസ് ആൻഡ് ഇക്വിലിബ്രിയം. ഈ 3 ചാപ്റ്റേഴ്സും മുന്നത്തെ ഒരു ക്ലാസ്സിൽ നിങ്ങൾ ഡിസ്കസ് ചെയ്തതായിരുന്നു. ലക്ഷ്മി മിസ് ആയിരുന്നു ക്ലാസ് എടുത്ത്. ഇനി ബാക്കി 3 ലെസൺസ് നമുക്ക് ഈ പാർട്ടിൽ കവർ ചെയ്യാം. അപ്പോൾ എല്ലാവരും റെഡി ആണോ? എല്ലാവരും ഒന്ന് ഹായ് ഇട്ടേ. അറ്റൻഡൻസ് മാർക്ക് ചെയ്യുന്ന രീതിയിൽ എല്ലാവരും ഒന്ന് ഹായ് അയച്ചേക്ക്. നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും മറന്നു പോയിട്ടുണ്ടെങ്കിൽ അവരെയും കൂടെ വിളിച്ചോളൂ. അനായ സുനിൽ ഹായ് പറഞ്ഞിട്ടുണ്ട്. ഹായ്. എല്ലാവരും ഉഷാറായിട്ടൊന്ന് ഹായ് അയച്ചോ. ഹായ്. കുറേ പേര് ഹായ് അയക്കുന്നുണ്ട്. ഓക്കെ. ക്ലാസ് 10 കെമിസ്ട്രി പാർട്ട് 2. ഇന്ന് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ചാപ്റ്റേഴ്സ് ആസിഡ്സ്, ബേസസ് ആൻഡ് സോൾട്ട്സ്, മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽസ്, കാർബൺ ആൻഡ് ഇറ്റ്സ് കോമ്പൗണ്ട്സ്. റെഡിയാണോ? നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവരും റെഡി ഇട്ടേ, അല്ലെങ്കിൽ തംസപ്പ് ഇട്ടേക്കൂ. സ്റ്റാർട്ട് ചെയ്യാം നമുക്ക്. ഫസ്റ്റ് നമുക്ക് ആസിഡ്, ബേസസ് ആൻഡ് സോൾട്ട്സ് ആ ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. ആസിഡ്സ് എന്താ? H+ ഡോണേഴ്സ് ആർ കോൾഡ് ആസിഡ്സ് അല്ലേ? അതൊക്കെ നിങ്ങൾ പഠിച്ചതായിരിക്കും. പ്രിപ്പറേഷനൊക്കെ നല്ല രീതിയിൽ പോകുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. H+ ഡോണേഴ്സ് അല്ലെങ്കിൽ പ്രോട്ടോൺ ഡോണേഴ്സ് ആർ കോൾഡ് ആസിഡ്സ്. ബേസസോ OH- donors. Or we can also say H+ acceptors. H+നെ accept ചെയ്യുന്ന സ്പീഷീസിനെയും നമ്മൾ ബേസ് എന്ന് പറയാറുണ്ട് അല്ലേ? സോൾട്ട്സ് എന്താ? ഇപ്പോൾ ഒരു ആസിഡും ബേസും കൂടെ റിയാക്ട് ചെയ്താൽ HCl-ഉം NaOH. HCl ഒരു ആസിഡാണ്, H+ ഡോണർ ആണ് അല്ലേ? ഇപ്പോൾ ഇറ്റ്സ് ആൻ ആസിഡ്. NaOH ഇറ്റ്സ് എൻ OH- ഡോണർ, ഇറ്റ്സ് എ ബേസ്. ഇത് രണ്ടും കൂടെ റിയാക്ട് ചെയ്താൽ ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ നടക്കും. ദാറ്റ് ഈസ് NaCl ഒരു സോൾട്ടും വാട്ടറും ഫോം ചെയ്യും. ദിസ് ഇസ് നോൺ ആസ് ന്യൂട്രലൈസേഷൻ. ചെറിയ ക്ലാസ് മുതൽ നിങ്ങൾ എല്ലാവരും പഠിക്കുന്നതാണ്. ഇതെല്ലാവർക്കും അറിഞ്ഞ കാര്യമാണ് അല്ലേ? അപ്പോൾ ഇവിടെ ഫോം ചെയ്യുന്ന സോൾട്ട് നോർമലി നമ്മൾ പഠിക്കാൻ ന്യൂട്രൽ ആണ്. പക്ഷെ കുറച്ചുകൂടി ഹയർ ക്ലാസ്സിൽ നിങ്ങളിപ്പോൾ ഈ 10th നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, എപ്പോഴും ഈ ഫോം ചെയ്യുന്ന സോൾട്ട് എന്താവണം എന്നില്ല, ന്യൂട്രൽ ആവണം എന്നില്ല. ഈ റിയാക്ട് ചെയ്യുന്ന ആസിഡിൻ്റെയും ബേസിൻ്റെയും സ്ട്രെങ്ത്തിനനുസരിച്ചായിരിക്കും നമ്മൾ ഈ ഫോം ചെയ്യുന്ന സോൾട്ട് അസിഡിക് ആണോ, ബേസിക് ആണോ, ന്യൂട്രൽ ആണോ എന്നുള്ള കാര്യം പറയാം. അപ്പോൾ സപ്പോസ് നമുക്ക് റിയാക്ട് ചെയ്യുന്ന ആസിഡ് ന്യൂട്രലൈസേഷനിൽ റിയാക്ട് ചെയ്യുന്ന ആസിഡ് സ്ട്രോങ് ആസിഡ് പ്ലസ് സ്ട്രോങ് ബേസ് ആണെന്ന് വിചാരിക്കാം. അവിടെ ഫോം ചെയ്യുന്ന സോൾട്ട് വിൽ ബി ന്യൂട്രൽ സോൾട്ട്. സപ്പോസ് നമ്മളെടുത്ത സോൾട്ട് ആസിഡ് സ്ട്രോങ് ആണ് പക്ഷെ വീക്ക് ബേസ് ആണെങ്കിൽ ദ സോൾട്ട് ഫോംഡ് വിൽ ബി, ഏതാണ് മോർ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നത്? ആസിഡ്. അപ്പോൾ അസിഡിക് നേച്ചർ ആയിരിക്കും ആ സോൾട്ടിന്, അസിഡിക് സോൾട്ട്. സപ്പോസ് വീക്ക് ആസിഡ് ആൻഡ് സ്ട്രോങ് ബേസ് ആണ് റിയാക്ട് ചെയ്യുന്നതെങ്കിൽ എന്തായിരിക്കും സോൾട്ടിൻ്റെ നേച്ചർ? കമൻറ്റ് ചെയ്തേ. കമൻറ്റ് ചെയ്യൂ. യെസ് കുറേ പേര് പറയുന്നുണ്ട്. എന്തായിരിക്കും? ദ സോൾട്ട് വിൽ ബി ബേസിക് അല്ലേ? ബേസ് അല്ലേ ഇവിടെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നത്. അപ്പോൾ സോൾട്ട് വിൽ ബി ബേസിക് സോൾട്ട്. ഇനി സപ്പോസ് ആസിഡും വീക്കാണ് ബേസും വീക്കാണെങ്കിൽ ഫോം ചെയ്യുന്ന സോൾട്ടിൻ്റെ നേച്ചർ എങ്ങനെയായിരിക്കും? അത് നമുക്ക് ന്യൂട്രൽ എന്ന് കംപ്ലീറ്റ്ലി പറയാൻ പറ്റില്ല. ഇതിൽ തന്നെ കമ്പാരറ്റീവ്ലി ഏതാണോ സ്ട്രോങ് അങ്ങനെയായിരിക്കും സോൾട്ടും വരിക. ഇപ്പോൾ സപ്പോസ് രണ്ടും വീക്കാണ് പക്ഷെ എടുത്ത ആസിഡ് ബേസിനെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടി സ്ട്രോങ് ആണെങ്കിൽ സ്ട്രോങ് സോൾട്ട്, അസിഡിക് സോൾട്ട് ആയിരിക്കും വരിക. അങ്ങനെ. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഇതൊന്ന് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. ഡിപ്പെൻഡ്സ് ഓൺ relative strength.
ഓക്കെ, അപ്പോൾ നമുക്കിനി കുറച്ച് സ്ട്രോങ് ആസിഡ്സ് ആൻഡ് ബേസസ് പരിചയപ്പെടാം. സ്ട്രോങ് ആസിഡ്സ് ഏതൊക്കെയാണ് നിങ്ങൾക്ക് അറിയാവുന്നത് തന്നെയാണ്. സ്ട്രോങ് ആസിഡ്സ്, ഇനോർഗാനിക് ആസിഡ്സ്, അതായത് HCl, H2SO4, സൾഫ്യൂറിക് ആസിഡ്, H2SO4, HNO3, നൈട്രിക് ആസിഡ് HNO3. ഇത് മൂന്നും സ്ട്രോങ് ആസിഡ്സിന് എക്സാമ്പിൾസ് ആണ്. കുറച്ച് വീക്ക് ആസിഡ്സ് നോക്കിയാലോ. അപ്പം ഇതിനെയാണ് നമ്മൾ മിനറൽ ആസിഡ്സ് എന്ന് പറയാം. HCl, ഹൈഡ്രോക്ലോറിക് ആസിഡ്, സൾഫ്യൂറിക് ആസിഡ്, H2SO4, HNO3, നൈട്രിക് ആസിഡ്. ദീസ് ആർ കോൾഡ് മിനറൽ ആസിഡ്. സ്ട്രോങ് ആസിഡ്സ് ആയിട്ട് യൂഷ്വലി നമ്മൾ ലാബിൽ യൂസ് ചെയ്യാറ് ഇതൊക്കെയാണ്. നെക്സ്റ്റ് വീക്ക് ആസിഡ്സിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് ഓർത്ത് വയ്ക്കുക. ഫോമിക് ആസിഡ് HCOOH is an example for weak acid. Okay, and also we have C2O4, H2C2O4. This is oxalic acid, H2C2O4, oxalic acid. ഇതും ഒരു വീക്ക് ആസിഡിൻ്റെ എക്സാമ്പിൾ ആണ്. നെക്സ്റ്റ് വീക്ക് ആസിഡിൻ്റെ എക്സാമ്പിൾ ആണ് അസറ്റിക് ആസിഡ്. വിനീഗറിലുള്ളത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? CH3COOH. This is also an example for weak acid. അസറ്റിക് ആസിഡ്. ഈ ഓക്സാലിക് ആസിഡിനെ ഒന്നും കൂടെ എക്സ്പാൻഡ് ചെയ്ത് എഴുതണമെങ്കിൽ ദാറ്റ് ഇസ് COOH, COOH. ഇതിനെയാണ് നമ്മൾ ഷോർട്ട് ആക്കിയിട്ട് H2C2O4 എന്ന് എഴുതിയത് നേരത്തെ. ഓക്കെ ആണോ? ഫൈൻ. നെക്സ്റ്റ് നമുക്ക് കുറച്ച് സ്ട്രോങ് ബേസസ് ആൻഡ് വീക്ക് ബേസസ് നോക്കാം. സ്ട്രോങ് ബേസസ്. സ്ട്രോങ് ബേസിൻ്റെ എക്സാമ്പിൾസ് നിങ്ങൾക്ക് അറിയാവുന്ന എക്സാമ്പിൾസ് ഒക്കെ ഒന്ന് കമൻറ്റ് ചെയ്തേ. ഏതൊക്കെയാ? NaOH അല്ലേ, സോഡിയം ഹൈഡ്രോക്സൈഡ്, പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് KOH, MgOH ട്വൈസ്, മെഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ്, കാൽഷ്യം ഹൈഡ്രോക്സൈഡ്, അലുമിനിയം ഹൈഡ്രോക്സൈഡ്. ഇതൊക്കെ സ്ട്രോങ് ബേസസ് ആണ്. വീക്ക് ബേസസിന് എക്സാമ്പിൾസ്. വീക്ക് ബേസസിന് എക്സാമ്പിൾസ് ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാവോ? കമൻറ്റ് വരട്ടെ. കുറച്ച് പേര് പറഞ്ഞിട്ടുണ്ട്. അമോണിയം ഹൈഡ്രോക്സൈഡ് അല്ലേ, NH4OH. ദിസ് ഈസ് എൻ എക്സാമ്പിൾ ഫോർ വീക്ക് ബേസ്. ഓർത്ത് വെക്കുക കേട്ടോ. അമോണിയ ഒരു വീക്ക് ബേസ് ആണ്, പിരിഡിൻ വീക്ക് ബേസ് ആണ്. കൂടുതൽ എക്സാമ്പിൾസ് വേണ്ട, നിങ്ങൾക്ക് മോസ്റ്റ്ലി അമോണിയം ഹൈഡ്രോക്സൈഡ്, അമോണിയ ഒക്കെ ആയിരിക്കും കാണാൻ പറ്റുക. അപ്പോൾ ഇതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. സ്ട്രോങ് ആസിഡ്, വീക്ക് ആസിഡ്, സ്ട്രോങ് ബേസ്, വീക്ക് ബേസ്. എക്സാമ്പിൾസ് ഒന്ന് നോട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അഗൈൻ ഈ ക്വസ്റ്റ്യൻ ഒന്ന് ശ്രദ്ധിച്ചേ. എന്തായിരിക്കും ആൻസർ വരിക? ഫസ്റ്റ് ഇത് നോട്ട് ചെയ്തോ? എല്ലാവരും നോട്ട് ചെയ്യുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. ക്വസ്റ്റ്യൻ ഇസ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ആൻ എക്സാമ്പിൾ ഫോർ ബേസിക് സോൾട്ട്. തന്നിരിക്കുന്ന എക്സാമ്പിൾ ഏതൊക്കെയാ? NaCl. NaCl ഏത് നേച്ചർ ആയിരിക്കും സോൾട്ടിന്? It is formed from, first one തന്നിരിക്കുന്നത് NaCl. This is formed from NaOH and HCl. This is strong base and strong acid. അപ്പോൾ strong acid and strong base and strong acid. So salt in nature എന്തായിരിക്കും? Salt will be neutral. This salt is neutral salt. അല്ലെങ്കിൽ normal salt. Normal salt. ഓക്കെ, അപ്പോൾ NaCl നോർമൽ സോൾട്ട് ആണ്. നെക്സ്റ്റ് തന്നിരിക്കുന്നത് ഏതാ ക്വസ്റ്റ്യനിൽ? ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചോ? നെക്സ്റ്റ് തന്നിരിക്കുന്നത് KCl. അതൊന്ന് ട്രൈ ചെയ്താൽ KCl എങ്ങനെയായിരിക്കും ഫോം ചെയ്തിട്ടുണ്ടാവുക? ഇറ്റ് ഇസ് ഫോംഡ് ഫ്രം ദ ബേസ് KOH ആൻഡ് ദ ആസിഡ് HCl. അല്ലേ, ഇത് രണ്ടും കമ്പൈൻ ചെയ്ത് സോൾട്ടായി, Hഉം OHഉം കൂടെ വാട്ടറായി. അങ്ങനെയാണ് ന്യൂട്രലൈസേഷൻ നടക്കുന്നത്. അപ്പോൾ ദിസ് ഈസ് ഓൾസോ ഫോംഡ് ഫ്രം സ്ട്രോങ് ബേസ് ആൻഡ് സ്ട്രോങ് ആസിഡ്. So this is also a normal salt. Next example is sodium oxalate. Na2C2O4. This is formed from NaOH. 2NaOH. This is strong base plus ഏത് ആസിഡാ? ഓർക്കുന്നുണ്ടോ നിങ്ങൾ? C2
H2C2O4 ഓക്സാലിക് ആസിഡ്. ഓക്സാലിക് ആസിഡും സോഡിയം ഹൈഡ്രോക്സൈഡിൽ നിന്നും ഫോം ചെയ്ത സോൾട്ടാണ് സോഡിയം ഓക്സലേറ്റ്. H2C2O4ൽ നിന്ന് ഫോം ചെയ്ത H2C2O4 ഇസ് എ വീക്ക് ആസിഡ്. ഇതിൽ നിന്ന് ഫോം ചെയ്ത സോൾട്ടാണ് Na2C2O4. സോ ഈ സോൾട്ടിന്റെ നേച്ചർ എന്തായിരിക്കും? ഏതാ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നത്? ബേസ് അല്ലേ? അപ്പോൾ ദിസ് വിൽ ബി ബേസിക് സോൾട്ട്. ബേസിക് സോൾട്ട്. യെസ്, കുറേ പേര് പറഞ്ഞിട്ടുണ്ട്. യെസ്, സോഡിയം ഓക്സലേറ്റ് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ ബേസിക് സോൾട്ട്. അപ്പോൾ ആൻസർ ഏതാന്ന് കിട്ടി നമുക്ക്? സി, ദാറ്റ് ഈസ് സോഡിയം ഓക്സലേറ്റ്. അഗൈൻ നമ്മൾ ഒന്നും കൂടെ ഡിയും കൂടെ കൺഫേം ചെയ്തേക്കാം. ഡി എന്താ? K2SO4. ദിസ് ഈസ് ഫോംഡ് ഫ്രം KOH, 2KOH and H2SO4. This is a strong base. This is a strong acid. Strong acid. So the salt is normal salt. അപ്പോൾ ഈ മൂന്നും A, B, D മൂന്നും നോർമൽ സോൾട്ട്സ് ആണ്. whereas C, sodium oxalate is an example for basic salt. ക്ലിയർ ആയോ എല്ലാവർക്കും? അപ്പോൾ ഇതുപോലത്തെ വേറെയും എക്സാമ്പിൾസ് നിങ്ങൾ തന്നെ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. പല കോമ്പിനേഷൻ വരുമ്പോൾ എങ്ങനെയായിരിക്കും സോൾട്ടിൻ്റെ നേച്ചർ എന്നുള്ളത്. അപ്പോൾ ഇത് ഫോക്കസ് ഏരിയ ആയിട്ട് നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുത്ത് നോക്കേണ്ട ഒരു ടോപ്പിക്കാണ് കേട്ടോ. ഓക്കെ, ക്ലിയർ ആണോ? യെസ്, കുറച്ച് പേര് ആൻസർ ചെയ്തിട്ടുണ്ടായിരുന്നു. കിട്ടാത്തവർ ഇതൊന്ന് നോക്കി വെക്കുക കേട്ടോ. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ ആണോ? ക്ലിയർ ആണോ എല്ലാവർക്കും? ആൻസർ ഇസ് സി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എടുക്കാം. ഇതൊന്ന് വായിച്ചേ. ഹൗ മെനി മോളിക്യൂൾസ് ഓഫ് വാട്ടർ ഓഫ് ക്രിസ്റ്റലൈസേഷൻ പെർ ഫോർമുല യൂണിറ്റ് ആർ പ്രസന്റ് ഇൻ ജിപ്സം? ഫസ്റ്റ് നിങ്ങളൊന്ന് ട്രൈ ചെയ്തോളൂ. എന്താണ് ജിപ്സം? ജിപ്സം മീൻസ് വാട്ടർ ഓഫ് ക്രിസ്റ്റലൈസേഷൻ. എന്താ? ആ സോൾട്ട് ഫോം ചെയ്യുമ്പോൾ അതിൽ തന്നെ വാട്ടർ കണ്ടന്റ് ഇൻടാക്ട് ആയിട്ടുണ്ടാവും. സെപ്പറേറ്റ് വാട്ടർ മോളിക്യൂൾസ് അല്ല. സോൾട്ട് ഫോം ചെയ്യുമ്പോൾ അതിൽ തന്നെ H2O മോളിക്യൂൾസ് ഇൻടാക്ട് ആയിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഇസ് നോൺ ആസ് വാട്ടർ ഓഫ് ക്രിസ്റ്റലൈസേഷൻ. ജിപ്സത്തിന്റെ ഫോർമുല അറിയാവുന്നവരൊന്ന് കമന്റ് ചെയ്യാം. വാട്ട് ഇസ് ജിപ്സം? കുറെ പേര് കമന്റ് ചെയ്യുന്നുണ്ട്. ദാറ്റ് ഇസ് CuSO4.2H2O is known as ജിപ്സം. സിമെന്റ് ആ ഒരു പോർഷൻ ഒക്കെ പഠിക്കുമ്പോൾ നിങ്ങൾ കേട്ടതായിരിക്കും അല്ലേ? ജിപ്സം ഈസ് CuSO4.2H2. അപ്പം ഇതിൽ എത്ര വാട്ടർ മോളിക്യൂൾസ് ഉണ്ട് ആസ് വാട്ടർ ഓഫ് ക്രിസ്റ്റലൈസേഷൻ? 2 മോളിക്യൂൾസ്. അപ്പം ആൻസർ ഇസ് 2. അപ്പം നമ്മളിവിടെ ഉദ്ദേശിച്ചത് ഈ ഒരു ക്വസ്റ്റ്യൻ മാത്രം ഡിസ്കസ് ചെയ്ത് പോവല്ല. ഇതുപോലത്തെ ടൈപ്പ് വരുവാണെങ്കിൽ ഇതിൻ്റെ കൂടെ തന്നെ ഇങ്ങനത്തെ കുറച്ച് എക്സാമ്പിൾസും കൂടെ നോക്കി പോവാം. ഇനി പ്ലാസ്റ്റർ ഓഫ് പാരീസ് കേട്ടിട്ടുണ്ടോ? പ്ലാസ്റ്റർ ഓഫ് പാരീസിന്റെ ഫോർമുല എന്താ? ജിപ്സം കുറേ പേര് പറഞ്ഞിട്ടുണ്ട്. CuSO4.2H2O. അപ്പോൾ നമ്പർ ഓഫ് മോൾസ് ലൈക്ക് വാട്ടർ ഓഫ് ക്രിസ്റ്റലൈസേഷൻ ഇസ് 2. യെസ്, കറക്റ്റ്. കെവിൻ പറഞ്ഞിട്ടുണ്ട്. കറക്റ്റ് ആണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ മാത്രമല്ല ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള വേറെയും കുറച്ച് കാര്യങ്ങൾ നോക്കാം. ജിപ്സം ഇസ് CuSO4.2H2O. പ്ലാസ്റ്റർ ഓഫ് പാരീസ് CuSO4.half-H2O വരുന്നതാണ് പ്ലാസ്റ്റർ ഓഫ് പാരീസ്. അപ്പൊ ഇതിലെ വാട്ടർ ഓഫ് ക്രിസ്റ്റലൈസേഷൻ എത്രയാ പ്ലാസ്റ്റർ ഓഫ് പാരീസിൽ? കെവിൻ പറഞ്ഞത് കറക്റ്റ് ആണ്. യെസ്, CA ആണേ ഇവിടെ കാണുമ്പോൾ CU അല്ല CA ആണ് കേട്ടോ. CaSO4.2H2. പ്ലാസ്റ്റർ ഓഫ് പാരീസ് CaSO4.half-H2O. അപ്പോൾ അവിടെ പ്ലാസ്റ്റർ ഓഫ് പാരീസിൽ വാട്ടർ ഓഫ് ക്രിസ്റ്റലൈസേഷൻ എത്രയാണ് വരുന്നത്? ഹാഫ്. അപ്പോൾ ഇവിടെ ഹാഫ് 1/2 അല്ലെങ്കിൽ 0.5 ആണ് പ്ലാസ്റ്റർ ഓഫ് പാരീസിൻ്റെ കേസിലെ വാട്ടർ ഓഫ് ക്രിസ്റ്റലൈസേഷൻ. വേറെ കുറച്ച് എക്സാമ്പിൾസ്. വാഷിംഗ് സോഡ that is Na2CO3.10
H2O dot 10 H2O. Okay, ഇപ്പോൾ വാഷിംഗ് സോഡയുടെ കേസിൽ number of molecules of water of crystallization is 10. Okay, baking soda ആണെങ്കിലോ baking soda is NaHCO3. അവിടെ വാട്ടർ ഓഫ് ക്രിസ്റ്റലൈസേഷൻ ഒന്നുമില്ല കേട്ടോ. ഇപ്പോൾ 0 ആണ് വാട്ടർ ഓഫ് ക്രിസ്റ്റലൈസേഷൻ ബേക്കിംഗ് സോഡയുടെ കേസിൽ. കോപ്പർ സൾഫേറ്റിൻ്റെ കേസിലോ ദാറ്റ് ഇസ് CuSO4. കോപ്പർ സൾഫേറ്റ് ക്രിസ്റ്റൽസ് ബ്ലൂ കളറായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ? അതൊന്ന് ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ കളർ പോകും. ദാറ്റ് ഇസ് കോപ്പർ സൾഫേറ്റ് ഇസ് CuSO4.5H2. അപ്പം ഇവിടെ വാട്ടർ ഓഫ് ക്രിസ്റ്റലൈസേഷൻ ഇസ് മോൾസ് ഓഫ് വാട്ടർ ഓഫ് ക്രിസ്റ്റലൈസേഷൻ ഇസ് 5. അപ്പം ഇങ്ങനത്തെ കുറച്ച് എക്സാമ്പിൾസ് ഓർത്ത് വയ്ക്കാം. യെസ് വാഷിംഗ് സോഡയുടെ കേസൊക്കെ കുറേ പേര് പറഞ്ഞിട്ടുണ്ട്, കറക്റ്റാണ്. അപ്പം ഇത്രയും എക്സാമ്പിൾസ് നിങ്ങൾക്ക് കിട്ടുവാണെങ്കിൽ കൂടുതൽ എക്സാമ്പിൾസ് കളക്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, കുറേ പേര് കറക്റ്റ് ആൻസർ പറഞ്ഞിട്ടുണ്ട്. യെസ്, ഓക്കെ. അപ്പം നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. The gas released at anode during chloralkali process is. Chloralkali process ഓർക്കുന്നുണ്ടാവും അല്ലേ നിങ്ങൾ? Chloralkali process. Chloralkali process. ഈ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചേ, നിങ്ങൾ ആദ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ആൻസർ കമൻറ്റ് ചെയ്യുന്നവർക്ക് ചെയ്യാം. ഓക്കെ, കിട്ടുന്നുണ്ടോ? എന്താണ് ക്ലോറോ-ആൽക്കലി പ്രോസസ്? ഒരു ആനോഡും കാത്തോഡും ഉണ്ടാവും. നമ്മൾ ബീക്കറിൻ്റെ അകത്തേക്ക് NaCl-ഉം H2O, അതായത് വാട്ടറിൽ NaCl ഡിസോൾവ് ചെയ്തെടുത്താൽ ദിസ് ഇസ് നോൺ ആസ് ബ്രൈൻ സൊല്യൂഷൻ അല്ലേ? ആൻഡ് ഈ ടെർമിനൽസ് ഒക്കെ കണക്ട് ചെയ്ത് നമ്മൾ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഇലക്ട്രോഡ്സ് പോസിറ്റീവ് ടെർമിനലും ഉണ്ടാവും, നെഗറ്റീവ് ടെർമിനൽ ഉണ്ടാവും. പോസിറ്റീവ് ടെർമിനൽ ഇസ് നോൺ ആസ് ആനോഡ് ആൻഡ് നെഗറ്റീവ് ടെർമിനൽ ഇസ് നോൺ ആസ് ദ കാത്തോഡ്. അപ്പോൾ ആനോഡിൽ നടക്കുന്നത് ഇതാണ് ഓവറോൾ റിയാക്ഷൻ. 2NaCl plus 2H2O gives 2NaOH plus Cl2 plus H2O. ഇതിലൂടെ നമുക്ക് എന്ത് സിന്തസൈസ് ചെയ്യാം? സോഡിയം ഹൈഡ്രോക്സൈഡ് സിന്തസൈസ് ചെയ്യാം. ക്ലോറിൻ ഗ്യാസും ഹൈഡ്രജൻ ഗ്യാസും നമുക്ക് ലിബറേറ്റ് ചെയ്യും. ഇതിൽ ഏത് ഗ്യാസാണ് ആനോഡിൻ്റെ അവിടെ ലിബറേറ്റഡ് ആവുക? ഈ പിക്ചർ കാണുമ്പം നിങ്ങൾക്ക് Cl2 ആണെന്ന് മനസ്സിലായിട്ടുണ്ടാവും. ബട്ട് എങ്ങനെ അത് സംഭവിക്കണമെന്നും കൂടെ അറിഞ്ഞിരിക്കണം കേട്ടോ. അപ്പോൾ ആനോഡ് ഈസ് പോസിറ്റീവ് ടെർമിനൽ, പോസിറ്റീവ് ഇലക്ട്രോഡാണ്. അപ്പോൾ അവിടെ ഏത് ടൈപ്പ് ഓഫ് അയോൺസ് ആണ് അട്രാക്റ്റഡ് ആവുക? നെഗറ്റീവ് ചാർജുള്ള അയോൺസ് ആയിരിക്കും അല്ലേ? അപ്പോൾ Cl മൈനസ് NaCl വിൽ ബി സ്പ്ലിറ്റഡ് ഇൻ ടു Na പ്ലസ് ആൻഡ് Cl മൈനസ്. അതിൽ Cl മൈനസ് അയോൺസ് ആയിരിക്കും ഈ പോസിറ്റീവ് ചാർജുള്ള ഇലക്ട്രോഡിൻ്റെ അടുത്തേക്ക് പോവുക. ഇപ്പോൾ 2 Cl മൈനസ് ഉണ്ടെങ്കിൽ ഒരു Cl മൈനസ് അയോൺ വന്നിട്ട് ഈ ഇലക്ട്രോണിൻ്റെ അവിടെ അതിൻ്റെ ഒരു ഇലക്ട്രോണിനെ ഈ പോസിറ്റീവ് ചാർജുള്ള ആനോഡിലേക്ക് കൊടുക്കും. അപ്പോൾ അതെന്തായിട്ട് മാറും? Cl ഇങ്ങനെ ആയിട്ട് മാറും. അതേപോലെ ഇനി ഒരു Cl മൈനസും കൂടെ വന്നിട്ട് Cl ഇങ്ങനെ ഒരു ഇലക്ട്രോൺ അൺപെയർഡ് ആയിട്ട്. അപ്പോൾ ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്താൽ നമുക്ക് എന്തായിരിക്കും കിട്ടുക? Cl2 ആയിരിക്കും. ഡയാറ്റോമിക് ക്ലോറിൻ കിട്ടും. ക്ലോറിൻ ഗ്യാസ് ആയിരിക്കും ഫോം ചെയ്യുക. ഇനി കാത്തോഡിൻ്റെ അവിടെയോ? കാത്തോഡ് ഇസ് നെഗറ്റീവ് ടെർമിനൽ വരുന്ന നെഗറ്റീവ് ഇലക്ട്രോഡ്. അവിടെ അപ്പോൾ ഏത് അയോൺ ആയിരിക്കും പോവുക? ഇവിടെ വാട്ടർ എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യും? H പ്ലസും OH മൈനസും ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യും. ഇവിടെ Na പ്ലസും Cl മൈനസും. അതിൽ Na പ്ലസും OH മൈനസും കൂടെ കമ്പൈൻ ചെയ്തിട്ടാണ് നമുക്കിവിടെ NaOH കിട്ടിയത്.
ഈ Cl മൈനസ് ആനോഡിൻ്റെ അവിടെ പോയിട്ട് ഇലക്ട്രോൺസ് ലൂസ് ചെയ്യും, -2 ഇലക്ട്രോൺ. അല്ലെങ്കിൽ നമുക്ക് ഇവിടെ +2 ഇലക്ട്രോൺ കൊടുത്താലും മതിയേ. 2 ഇലക്ട്രോൺസ് ലൂസ് ചെയ്തിട്ട് Cl2 ഗ്യാസ് ആയിട്ട് മാറും. വെറസ് H+, ഒരു H+, ഒരു ഇലക്ട്രോണിനെ ഇവിടെ ജസ്റ്റ് ഇവിടെ നോക്കുക. ഇത് നെഗറ്റീവ് ചാർജസ് വരുന്ന ഇലക്ട്രോൺസ് അല്ലേ, ഇലക്ട്രോഡ് അല്ലേ. ഇവിടെ H+ വന്നിട്ട് H+ ഇതിൽ നിന്ന് ഒരു ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്ത് ഇങ്ങനെയായിട്ട് മാറും. അതേപോലെ വേറൊരു Hഉം കൂടെ വന്ന് ഇതുപോലെ ഇങ്ങനെ മാറി ഇവർ രണ്ടുപേരും തമ്മിൽ കമ്പൈൻ ചെയ്ത് വിൽ ബി ഹാവിങ് H2 ഗ്യാസ്. അപ്പോൾ 2H+ ഒരു H+ ഒരു ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്യും. അപ്പോൾ രണ്ടെണ്ണം ആണെങ്കിൽ 2 ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്തിട്ട് ഇറ്റ് വിൽ ബി കൺവേർട്ടഡ് ഇൻ ടു H2 ഗ്യാസ്. അപ്പോൾ ക്ലോറാൽക്കലി പ്രോസസ്സിൽ ആനോഡിൻ്റെ അവിടെ ലിബറേറ്റ് ആവുന്നത് ക്ലോറിൻ ഗ്യാസും കാഥോഡിൻ്റെ അവിടെ ലിബറേറ്റ് ആവുന്നത് H2 ഗ്യാസുമാണ്. യെസ് കുറേ പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ട് Cl2. ആൻസർ ഇസ് Cl2. ഈ Na+ഉം OH- കൂടെ കമ്പൈൻ ചെയ്ത് NaOH ഫോം ചെയ്തു. ഓക്കെ, കുറേ പേര് കറക്റ്റ് ആൻസർ ആണ് പറഞ്ഞിട്ടുള്ളത്. യെസ്, A&S ക്രിയേറ്റീവ്, മാക്സ് വേഴ്സസ് ഹോം, ഇവരൊക്കെ കറക്റ്റ് ആൻസർ കമൻറ്റ് ചെയ്ത്. യെസ്, ഓക്കെ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എടുക്കാം. ക്ലിയർ ആണോ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക്. ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചേ. അറേഞ്ച് ദ ഫോളോയിങ് ബേസസ് ഇൻ ദ ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് ദെയർ pH വാല്യൂസ്. അസ്യൂം ഓൾ ആർ ഹാവിങ് സെയിം കോൺസെൻട്രേഷൻ ആൻഡ് വോള്യൂം. ഏതൊക്കെയാണ് തന്നിരിക്കുന്നത്? മെഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ്, ദാറ്റ് ഇസ് MgOH twice. മെഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് തന്നിട്ടുണ്ട്. Then we have sodium hydroxide, NaOH അല്ലേ. ബാലൻസി വെച്ചിട്ട് നിങ്ങൾക്ക് ഫോർമുല എഴുതാനൊക്കെ അറിയുന്നതാണ്. Al അലുമിനിയം ഹൈഡ്രോക്സൈഡ്. അലുമിനിയം ഹൈഡ്രോക്സൈഡ് എന്താ? അലുമിനിയത്തിൻ്റെ വാലൻസി 3 ആണ് അല്ലേ, OHൻ്റെ 1ഉം. അപ്പോൾ എക്സ്ചേഞ്ച് ചെയ്ത് എഴുതുമ്പോൾ AlOH thrice. അമോണിയം ഹൈഡ്രോക്സൈഡ് ഈസ് NH4OH. ഇനി ഇതിലെങ്ങനെയായിരിക്കും pHൻ്റെ ഓർഡർ വരിക? നമുക്ക് pHൻ്റെ കാര്യങ്ങൾ അറിയാം. 7 ആണെങ്കിൽ ന്യൂട്രൽ, 7നേക്കാൾ കൂടുതലാണെങ്കിൽ ഗ്രേറ്റർ ദാൻ 7 ആണെങ്കിൽ ബേസിക്, 7നേക്കാൾ കുറവാണെങ്കിൽ അസിഡിക് അല്ലേ. ഇതിൽ എത്രത്തോളം കൂടുതൽ ബേസിക് ആവുന്നു അതിൻ്റെ pH വാല്യൂ 14ൻ്റെ അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇതിൽ ഏതാണ് ഏറ്റവും സ്ട്രോങ് ബേസ് ഒന്ന് നോക്കിക്കേ. ഇപ്പോൾ AlOH thrice ആണെങ്കിൽ ഒരു മോളിക്യൂൾ ഓഫ് AlOH thriceൽ നിന്ന് എത്ര OH- ലിബറേറ്റ് ആവും? Al3+ 3OH- അല്ലേ. MgOH twiceൽ നിന്നാണെങ്കിൽ MgOH twice ആണെങ്കിൽ Mg2++ 2OH-. സോഡിയം ഹൈഡ്രോക്സൈഡ് ആണെങ്കിൽ NaOH gives Na++ OH-. അമോണിയം ഹൈഡ്രോക്സൈഡ് ആണെങ്കിൽ ഇത് കംപ്ലീറ്റ്ലി ഡിസോസിയേറ്റ് പോലും ആവില്ല. NH4++ OH-. ഇപ്പോൾ ഒരു മോളിക്യൂൾ ഓഫ് AlOH thrice അലുമിനിയം ഹൈഡ്രോക്സൈഡിൽ നിന്ന് നമുക്ക് 3 OH- അയോൺസ് കിട്ടും. മെഗ്നീഷ്യം ഹൈഡ്രോക്സൈഡിൽ നിന്നാണെങ്കിൽ 2 മോളിക്യൂൾസ് ഓഫ് OH-. സോഡിയം ഹൈഡ്രോക്സൈഡിൽ നിന്നാണെങ്കിൽ 1. ഒരു മോളിക്യൂൾ ഓഫ് അമോണിയം ഹൈഡ്രോക്സൈഡ് എന്നാണെങ്കിൽ കംപ്ലീറ്റ്ലി ഒരു OH- പോലും നമുക്ക് കിട്ടില്ല. ഇത് കംപ്ലീറ്റ് ഡിസോസിയേഷൻ നടക്കില്ല. അതുകൊണ്ടാണ് നമ്മൾ റിവേഴ്സിബിൾ ആരോ വെച്ച് കാണിച്ചിരിക്കുന്നത്. അപ്പം അങ്ങനെയാണെങ്കിൽ ഏതായിരിക്കും നല്ല ബേസ്? എത്രത്തോളം OH- പ്രൊവൈഡ് ചെയ്യുന്നു അത്രയും അത് ബേസിക് ആയിരിക്കും അല്ലേ. അപ്പോൾ AlOH thrice, ദാറ്റ് ഇസ് ഇവിടെ നമുക്ക് തന്നിരിക്കുന്നതിൽ ഏതാ? 3 ഈസ് മോസ്റ്റ്, അലുമിനിയം ഹൈഡ്രോക്സൈഡ് ഈസ് മോസ്റ്റ് ബേസിക്. അപ്പോൾ അതിൻ്റെ pH കൂടുതലായിരിക്കും. ദെൻ ഏതാ വരിക? അലുമിനിയം ഹൈഡ്രോക്സൈഡ് കഴിഞ്ഞാൽ ദെൻ മെഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് 1. പിന്നെ ഏറ്റവും ബേസിക് വരുന്നത് സോഡിയം ഹൈഡ്രോക്സൈഡ് 2. ലീസ്റ്റ് ബേസിക് വരുന്നത് അമോണിയം ഹൈഡ്രോക്സൈഡ്. ബേസിറ്റിൻ്റെ ഓർഡർ തന്നെ ആയിരിക്കും pHലും വരിക.
Okay, അപ്പോൾ കറക്റ്റ് ആൻസർ ഇസ് തിരിച്ചിട്ട് കൊടുത്തിരിക്കുക അല്ലേ? 4, 2, 1, 3. ആൻസർ ഇസ് എ. കിട്ടിയോ എല്ലാവർക്കും? ചെയ്യാൻ കിട്ടുന്നുണ്ടായിരുന്നോ? ക്ലിയർ ആയോ? അസിഡിറ്റി ഓർഡർ ആണെങ്കിൽ എത്രത്തോളം മോർ അസിഡിക് ആവുന്നോ അതിൻ്റെ പി എച്ച് വാല്യൂ അത്രയും കുറയും കേട്ടോ. അപ്പോൾ അതും അസിഡിറ്റി ആണ് ചോദിച്ചിരിക്കുന്നതെങ്കിൽ പി എച്ച് വാല്യൂ എഴുതുമ്പോൾ അതും കൂടെ ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാൻ. ക്ലിയർ ആയോ ഇത്? യെസ്, കുറേ പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ട്. ഫൈൻ. അപ്പോൾ ഇതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. ആൻസർ ഇസ് എ. ലീസ്റ്റ് അല്ലെങ്കിൽ ഏറ്റവും കുറവ് പി എച്ച് വരുന്നത് 4, then 2, then 1, ഏറ്റവും കൂടുതൽ വരുന്നത് 3. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. യെസ്, കുറേ പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ട്. കറക്റ്റ് ഓർഡർ കമൻറ്റ് ചെയ്തിട്ടുണ്ട്. തെറ്റിപ്പോയവരെ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ആസിഡ്സ്, ബേസ് ആൻഡ് സോൾട്ട്സിലെ കുറച്ച് ഫോക്കസ് ചെയ്യേണ്ട ക്വസ്റ്റ്യൻസ് നമ്മൾ കണ്ടു. നെക്സ്റ്റ് വി ഹാവ് മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽസ്. അടുത്ത ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസ് നോക്കാം നമുക്ക്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ആൻ ഓക്സൈഡ് ഓർ? മെറ്റലർജിയിൽ വരുന്നതാണ്. മെറ്റൽസിലെ മെറ്റലർജി പോർഷനിൽ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ആൻസർ മാത്രമായിട്ടല്ല, നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ അറിയുന്നതിൻ്റെയൊക്കെ ഫോർമുലയും കൂടെ ഒന്ന് കമൻറ്റ് ചെയ്യാം. കുപ്രൈറ്റ് എന്താണ്? കാലമിൻ എന്താണ്? കോപ്പർ പൈറൈറ്റസ് എന്താണ്? സിങ്ക് ബ്ലെൻഡ് എന്താണ്? ഈ ഓസിൻ്റെ ഫോർമുലയൊക്കെ ഒന്ന് ഓർത്തിരിക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. കിട്ടുന്നുണ്ടോ? മെറ്റലർജിയിൽ വരുന്ന ഒരു ടോപ്പിക്കാണേ. കിട്ടാത്തവർ ഇതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഈ ടേബിള് അലുമിനിയം മെറ്റലിൻ്റെ ഒരു കോമൺ ഓർ ആണ് ബോക്സൈറ്റ്. അതിൻ്റെ ഫോർമുല Al2O3.2H2O. അപ്പോൾ ഇവിടെ Al2O3 അലുമിനിയം ഓക്സൈഡ് അല്ലേ വരുന്നത്. സോ ദിസ് ഈസ് എൻ എക്സാമ്പിൾ ഫോർ ബോക്സൈറ്റ്, ഈസ് എൻ എക്സാമ്പിൾ ഫോർ ഓക്സൈഡ് ഓർ. ബോക്സൈറ്റ് ഈസ് ഓക്സൈഡ് ഓർ. ഇനി അയണിൻ്റെ ആണെങ്കിൽ മെയിൻ ആയിട്ട് 2 ഓർസ് ആണ് വരുന്നത്. ഹാമറ്റൈറ്റ്, ദാറ്റ് ഈസ് Fe2O3. അപ്പം അതും ഓക്സൈഡ് അല്ലേ? അയണിൻ്റെ ഓക്സൈഡ് ആണ് ഹാമറ്റൈറ്റ് ഓർ. സോ ദിസ് ഈസ് ഓൾസോ മാഗ്നറ്റൈറ്റ് ആണെങ്കിൽ Fe3O4. അപ്പം ഇത് രണ്ടും തന്നെ എന്താണ്? ഓക്സൈഡ് ഓർസ് ആണ്. ഓക്സൈഡ് ഓർസ്. കോപ്പറിൻ്റെ വി ഹാവ് ഓർസ് ഏതൊക്കെയാ? കോപ്പർ പൈറൈറ്റസും ഉണ്ട്, കുപ്രൈറ്റും ഉണ്ട്. അതിൽ കോപ്പർ പൈറൈറ്റസ് ഇസ് CuFeS2, that is sulfur ആണ് വരുന്നത്. സൾഫൈഡ് ഓർ. കോപ്പർ പൈറൈറ്റിസ് ഇസ് എ സൾഫൈഡ് ഓർ. കുപ്രൈറ്റോ? കോപ്പർ പൈറൈറ്റിസ് ഞാൻ ഒന്നുകൂടെ എഴുതാം. CuFeS2. Cuprite is Cu2O. അപ്പോൾ ഇവിടെയും ഓക്സൈഡ് ഓർ ആണ് വരുന്നത്. കുപ്രൈറ്റ് ഈസ് ആൻ ഓക്സൈഡ് ഓർ. നെക്സ്റ്റ് വി ഹാവ് സിങ്ക് മെറ്റലിൻ്റെ ഓർസ് ആണ്. സിങ്ക് ബ്ലെൻഡും. സിങ്ക് ബ്ലെൻഡ് ഈസ് ZnS. അപ്പോൾ S വരുമ്പോൾ സൾഫർ ആണ്. സിങ്ക് ബ്ലെൻഡ് ഈസ് ആൻ സൾഫൈഡ് ഓർ. സിങ്ക് ബ്ലെൻഡ് ഈസ് ആൻ സൾഫൈഡ് ഓർ. കാലമിൻ, സിങ്കിന്റെ തന്നെ വേറൊരു ഓറാണ് കാലമിൻ, ദാറ്റ് ഈസ് ZnCO3. കാർബണേറ്റ് ഓർ. കാലമിൻ ഈസ് എ കാർബണേറ്റ് ഓർ. CO3 അല്ലേ വരുന്നത്? കാർബണേറ്റ് ഓർ. അപ്പൊ ഇവിടെ ഈ ഒരു ക്വസ്റ്റ്യൻ മാത്രം ആൻസർ ചെയ്ത് പോവല്ല, ഈ ടേബിൾ കംപ്ലീറ്റ് നിങ്ങളൊന്ന് പഠിച്ചു വെക്കുക കേട്ടോ. ഫോക്കസ് ചെയ്ത് ഒന്ന് പഠിക്കുക.
അപ്പോൾ ഈ കണ്ടതിൽ ഏതൊക്കെയാണ് ഓക്സൈഡ് ഓർസ് വരുന്നത്? ബോക്സൈറ്റ്, ഹാമറ്റൈറ്റ്, മാഗ്നറ്റൈറ്റ്, കുപ്രൈറ്റ്, ഇതെല്ലാം ഓക്സൈഡ് ഓർസ് ആണ്. സൾഫൈഡ് ഓർ വരുന്നത് സിങ്ക് ബ്ലെൻഡ്, കോപ്പർ പൈറൈറ്റിസും. കാർബണേറ്റ് ഓർ വരുന്നത് കാലമിൻ. അപ്പോൾ ഇവിടെ നമ്മുടെ ആൻസർ ഇസ് ഓക്സൈഡ് ഓർ അല്ലേ ചോദിച്ചത്? ഓക്സൈഡ് ഓർ ഇസ് കുപ്രൈറ്റ്. കുപ്രൈറ്റിന്റെ ഫോർമുല Cu2O. Cu2O. ഓക്കെ, ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. യെസ്, കുപ്രൈറ്റ് കുറേ പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ട്. കറക്റ്റാണ്. കുപ്രൈറ്റ് ഈസ് Cu2O. യെസ്. ഇപ്പം ഇവിടെ Cu2Oല് കോപ്പറിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എത്രയാണ് വരുന്നത്? ഓക്സിജൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഇസ് -2 അല്ലേ? അപ്പോൾ ഒരു കോപ്പറിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഇസ് +1. ഓക്കെ, അങ്ങനെ 2 കോപ്പറിൻ്റെ +1ഉം കൂടെ ആകുമ്പോൾ +2 ബാലൻസ് ആയിക്കും. അപ്പോൾ ഈ ടേബിളൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് പഠിച്ചു വെക്കാം. കുപ്രൈറ്റ് കുറേ പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഫൈൻ. അപ്പം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എടുക്കാം. Which of the following is not a constituent of alnico? Alnico ഒരു അലോയ് ആണ്. അതിൽ ലൈക്ക് അലോയ്സ് എന്താ, പല മെറ്റൽസും കൂടെ മിക്സ് ചെയ്തുണ്ടാക്കുന്ന ഒരു ഹോമോജീനസ് സോളിഡ് മിക്സ്ചർ ആണ് അല്ലേ? എന്തിനു വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യണത്? പല മെറ്റൽസിൻ്റെയും ക്യാരക്ടറിസ്റ്റിക് പ്രോപ്പർട്ടീസ് ബ്ലെൻഡ് ചെയ്തിട്ടുള്ള ഒരു സബ്സ്റ്റൻസ് കിട്ടാനാണ് നമ്മൾ അലോയ്സ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഓപ്ഷൻസ് ആർ കോപ്പർ, അലുമിനിയം, അയൺ, നിക്കൽ. ആൻസർ ചെയ്യുന്നതിന് മുമ്പ് അൽനിക്കോയിൽ എന്തൊക്കെയാണ് അടങ്ങിയിട്ടുള്ളതെന്ന് ഓർത്ത് നോക്കുക. അലുമിനിയം പറയുന്നുണ്ട് കുറച്ച് പേര്, വിച്ച് ഈസ് നോട്ട് എ കോൺസ്റ്റിറ്റ്യൂവൻ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ കോൺസ്റ്റിറ്റ്യൂവൻ്റ്? ഇവിടെ ശ്രദ്ധിക്കുക. അലോയ്സിൻ്റെ ഒരു ടേബിൾ ആണിത്. ഇതൊന്ന് നോട്ട് ചെയ്യാം. ഇപ്പം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അൽനിക്കോ ആണ്. അൽനിക്കോ അപ്പം അലുമിനിയം ഇതിലെ കോൺസ്റ്റുവൻസ് ആയിട്ട് വരുന്നത് ഈ എയിൽ റെപ്രസെൻ്റ് ചെയ്യുന്ന അലുമിനിയം, പിന്നെ Ni അതിൽ റെപ്രസെൻ്റ് ചെയ്യുന്നത് നിക്കലുണ്ട്, I റെപ്രസെൻ്റ് ചെയ്യുന്ന അയൺ ഉണ്ട്, CO റെപ്രസെൻ്റ് ചെയ്യുന്നത് ആക്ച്വലി CO നമ്മൾ ഇങ്ങനെയാണ് എഴുതുക, കൊബാൾട്ട്, CO കൊബാൾട്ട്. ഇങ്ങനെ ഇതെല്ലാം കൂടെ കമ്പൈൻ ചെയ്തിട്ടാണ് നമ്മൾ അൽനിക്കോ കിട്ടുന്നത്. അപ്പം അൽനിക്കോ മാഗ്നറ്റിക് നേച്ചർ ഉള്ള ഒരു കോമ്പൗണ്ട് ആണ്. പെർമനന്റ് മാഗ്നറ്റ്സ് ഒക്കെ ഉണ്ടാവില്ലേ? നമുക്ക് നാച്ചുറൽ മാഗ്നറ്റ്സ് മാത്രമല്ല, നമുക്ക് തന്നെ മാഗ്നറ്റ്സ് ഉണ്ടാക്കാനായിട്ട് പറ്റും. അങ്ങനെ പെർമനന്റ് മാഗ്നറ്റ്സ് ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു സബ്സ്റ്റൻസ് ആണ് ഈ അൽനിക്കോ. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഉണ്ടാക്കുന്ന ഒരു അലോയ് ആണ് അൽനിക്കോ. അപ്പം ഇതിൽ കോൺസ്റ്റുവൻസ് ഏതൊക്കെയാ അൽനിക്കോയില്? ഒന്നും കൂടി പറഞ്ഞേ. അലുമിനിയം, നിക്കൽ, അയൺ, കോബാൾട്ട്. അപ്പോൾ ഈ കോബാൾട്ട് കണ്ടിട്ട് ചിലരെങ്കിലും CO മാത്രം കാണുമ്പോൾ കോപ്പർ ആണെന്ന് തെറ്റിദ്ധരിക്കും. കോപ്പർ അല്ല കേട്ടോ. ഇതിൽ ഏതാ ആൻസർ വരിക? ഏതൊക്കെ ഉണ്ട് ഇതിൽ? അൽനിക്കോയിൽ ഏതൊക്കെ ഉണ്ട്? അലുമിനിയം ഉണ്ട്, നിക്കൽ ഉണ്ട്, അയൺ ഉണ്ട്. അപ്പോൾ ഇത് മൂന്നും കോൺസ്റ്റുവൻസ് ഓഫ് അൽനിക്കോ ആണ്. വെറാസ് കോപ്പർ ഇസ് നോട്ട് എ കോൺസ്റ്റുവൻറ്റ് ഓഫ് അൽനിക്കോ. ആൻസർ ഇസ് വിച്ച് ഇസ് നോട്ട് എ കോൺസ്റ്റുവൻറ്റ്? കോപ്പർ. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ കുറേ പേർക്ക് തെറ്റായിട്ടുണ്ട്. ഇതൊന്ന് നോട്ട് ചെയ്യണം കേട്ടോ. കുറേ പേര് അലുമിനിയവും അയോണും ആണ് പറഞ്ഞിരിക്കുന്നത്. കുറച്ച് പേര് കോപ്പർ എഴുതിയിട്ട്. ഓക്കെ, ഫൈൻ. കോപ്പർ അല്ല, ആ CO റെപ്രസെൻ്റ് ചെയ്യുന്നത് കൊബാൾട്ട് ആണ് കേട്ടോ. നോട്ട് ചെയ്യാം.
ഇനിയും വേറെയും കുറച്ച് അലോയ്സ് കൊടുത്തിട്ടുണ്ട്. ഇതിലും എല്ലാം ജസ്റ്റ് ഏതൊക്കെയാണ് വരുന്നതെന്നൊക്കെ നോട്ട് ചെയ്ത് പോവാം. സ്റ്റെയിൻലെസ് സ്റ്റീലിൽ അയൺ വരുന്നുണ്ട്, അയണിൻ്റെ ഫോർമുലയാണ് Fe. ക്രോമിയം വരുന്നുണ്ട് Cr, സ്റ്റെയിൻലെസ് സ്റ്റീലിൽ നിക്കൽ വരുന്നുണ്ട്, കാർബൺ വരുന്നുണ്ട്. അപ്പം ഇവിടെ പ്രത്യേകത ഇത് മൂന്നും മെറ്റൽസും ഇതൊരു നോൺ മെറ്റലും ആണ് അല്ലേ. അപ്പം നോൺ മെറ്റൽ വൺ ഓഫ് ദ കോൺസ്റ്റന്റ് ആയിട്ട് വരുന്ന ആലോയ് ആണ് സ്റ്റെയിൻലെസ് സ്റ്റീൽ. ദെൻ നിക്രോം, നമ്മൾ അയൺ ബോക്സിലൊക്കെ ഹീറ്റിംഗ് കോയിലായിട്ട് വരുന്നത് നിക്രോം ആണ്. അപ്പം അതിലേതൊക്കെയാണ് വരുന്നത്? അയൺ വരുന്നുണ്ട്, നിക്കൽ വരുന്നുണ്ട്, ക്രോമിയം വരുന്നുണ്ട്, കാർബൺ. ഇതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് പോകും. അപ്പം ഈ ക്വസ്റ്റ്യൻ ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് വരുന്ന കാര്യങ്ങളൊക്കെ നോക്കുക കേട്ടോ. ഓക്കെ ഫൈൻ, കിട്ടിയോ? അപ്പം ഈ ക്വസ്റ്റ്യൻ കുറച്ച് പേർക്ക് തെറ്റിയിട്ടുണ്ട്, ശ്രദ്ധിക്കണം കേട്ടോ. ടേബിൾ വിസിബിൾ ആണോ? ടെക്സ്റ്റിലുള്ള ടേബിൾ തന്നെയാണ്, നോക്കിയാൽ മതി. ഓക്കെ, അപ്പം നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. The true statement regarding Haber process is increasing the temperature favors forward reaction, increasing the concentration of nitrogen favors backward reaction, increasing pressure of the system favors forward reaction, reducing the concentration of hydrogen favors forward reaction. അപ്പം നോൺ മെറ്റൽസ് എന്ന പോർഷനിൽ ഹേബേഴ്സ് പ്രോസസ്സിൽ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ ഏതായിരിക്കും? ഏതായിരിക്കും വരിക? ഹേബേഴ്സ് പ്രോസസ്സ് ഒന്ന് ഓർത്ത് നോക്കിയേ. N2 gas plus 3H2 gives റിവേഴ്സിബിൾ റിയാക്ഷൻ ആണല്ലേ, 2NH3. പ്ലസ് ഇവിടെ എന്തും കൂടെ ലിബറേറ്റ് ചെയ്യും, പ്ലസ് ഹീറ്റ് ലിബറേറ്റഡ്. അപ്പോൾ ഈ ഒരു റിയാക്ഷൻ ഫോർവേഡ് റിയാക്ഷൻ, നൈട്രജനും ഹൈഡ്രജനും കമ്പൈൻ ചെയ്ത് അമോണിയ ഉണ്ടാകുന്ന റിയാക്ഷനാണ് ഹേബേഴ്സ് പ്രോസസ്. ഇത് ഫോർവേഡ് റിയാക്ഷനിൽ ഹീറ്റ് പുറത്തേക്ക് വിടുകയാണ്, ലിബറേറ്റഡ് ആവുകയാണ് ചെയ്യുന്നത്. സോ ദിസ് ഇസ് ആൻ എക്സോതെർമിക് റിയാക്ഷൻ അല്ലേ. അപ്പം നമ്മൾ സപ്പോസ് ഹീറ്റ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ, ഈ സൈഡിൽ ഹീറ്റ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുക? ഏത് റിയാക്ഷൻ സോ ഫോർവേഡ് റിയാക്ഷൻ എക്സോതെർമിക് ആണെങ്കിൽ ബാക്ക്വേർഡ് റിയാക്ഷൻ, അമോണിയ ഡിസോസിയേറ്റ് ചെയ്ത് N2H2 ആവുന്ന ബാക്ക്വേർഡ് റിയാക്ഷൻ വിൽ ബി എൻഡോതെർമിക് അല്ലേ. അപ്പോൾ ഹീറ്റ് നമ്മൾ കൂടുതൽ പ്രൊവൈഡ് ചെയ്യുമ്പോൾ ഏതായിരിക്കും കൂടുതൽ ഫേവറബിൾ ആവുക? എൻഡോതെർമിക് റിയാക്ഷൻ ആണ് ഫേവറബിൾ ആവുക. സോ റിവേഴ്സ് റിയാക്ഷൻ, ബാക്ക്വേർഡ് റിയാക്ഷൻ ഫേവർ ചെയ്യപ്പെടും ഹീറ്റ് കൂടുതലാക്കുവാണെങ്കിൽ. അപ്പോൾ ഇൻക്രീസിങ് ടെമ്പറേച്ചർ ഫേവേഴ്സ് ഫോർവേഡ് റിയാക്ഷൻ എന്ന് പറയുന്നത് ട്രൂ ആണോ? അല്ല, ഇറ്റ് ഇസ് എ ഫോൾസ് സ്റ്റേറ്റ്മെന്റ്. ആക്ച്വലി ഇൻക്രീസിങ് ടെമ്പറേച്ചർ വിൽ ഫേവർ ബാക്ക്വേർഡ് റിയാക്ഷൻ കേട്ടോ. കാരണം ബാക്ക്വേർഡ് റിയാക്ഷൻ ആണ് അവിടെ എൻഡോതെർമിക് ആയിട്ട് വരുന്നത്. നെക്സ്റ്റ്, ഇൻക്രീസിങ് ദ കോൺസെൻട്രേഷൻ ഓഫ് നൈട്രജൻ ഫേവേഴ്സ് ബാക്ക്വേർഡ് റിയാക്ഷൻ. അത് കറക്റ്റ് ആണോ? അല്ല. റിയാക്ടൻസിൻ്റെ കോൺസെൻട്രേഷൻ നമ്മൾ ഇൻക്രീസ് ചെയ്യുന്തോറും ഫോർവേഡ് റിയാക്ഷൻ ആയിരിക്കും കൂടുതൽ ഫേവർ ചെയ്യുക. അപ്പം നൈട്രജൻ്റെയോ ഹൈഡ്രജൻ്റെയോ കോൺസെൻട്രേഷൻ നമ്മൾ കൂടുതലാക്കി കഴിഞ്ഞാൽ, ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ഫോർവേഡ് റിയാക്ഷൻ ആയിരിക്കും ഫേവർ ചെയ്യുക. അപ്പം ദാറ്റ് ഇസ് ഓൾസോ എ റോങ് സ്റ്റേറ്റ്മെൻറ്റ്. ഇൻക്രീസിങ് ദ പ്രഷർ ഓഫ് സിസ്റ്റം ഫേവേഴ്സ് ഫോർവേഡ് റിയാക്ഷൻ. അപ്പം പ്രഷറിന് റോൾ ഉണ്ടാവണമെങ്കിൽ എങ്ങനെയായിരിക്കണം? ആ സിസ്റ്റത്തിൽ റിയാക്ടൻസിലും പ്രോഡക്റ്റ് സൈഡിലും ഗ്യാസ് ഇൻവോൾവ് ആയിരിക്കണം. ഗ്യാസസ് ഇൻവോൾവ് ആവുന്നതിൽ മാത്രം, റിവേഴ്സിബിൾ റിയാക്ഷനിൽ മാത്രമേ നമുക്ക് പ്രഷറിൻ്റെ റോള് പറയാൻ പറ്റുള്ളൂ. എല്ലാം സോളിഡ്സ് അല്ലെങ്കിൽ എല്ലാം ലിക്വിഡ്സ് ഒക്കെ വരുവാണെങ്കിൽ അവിടെ പ്രഷറിന് ഒരു റോളും ഉണ്ടാവില്ല. ഇവിടെ നോക്കുവാണെങ്കിൽ റിയാക്ടൻസ് ആയ നൈട്രജനും ഹൈഡ്രജനും രണ്ടും ഗ്യാസാണ്, പ്രോഡക്റ്റ് ആയ അമോണിയം ഗ്യാസാണ്. ഇനി നമ്മൾ എന്താ ചെക്ക് ചെയ്യേണ്ടത്? ഇവിടെ റിയാക്ടൻസിലെ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് 1 മോൾ ഓഫ് N2ഉം 3 മോൾസ് ഓഫ് H2ഉം. അപ്പോൾ ടോട്ടൽ 1 + 3 4 മോൾസ് വരുന്നുണ്ട് അല്ലേ. 4 മോൾസ് റിയാക്ടൻസ് സൈഡിലുണ്ട്, പ്രോഡക്റ്റ് സൈഡിലോ 2 NH2 2 മോൾസ് ഉണ്ട്. അപ്പം നമ്മൾ പ്രഷർ കൂടുതലാക്കി കഴിഞ്ഞാൽ
അതായത് ഇവിടെ പ്രഷർ കൂടുതലാക്കി കഴിഞ്ഞാൽ എവിടെയാണോ നമ്പർ ഓഫ് മോൾസ് കൂടുതൽ അവിടെ ഭയങ്കര സഫക്കേഷൻ ആവും. അപ്പോൾ അവിടെ എവിടേക്ക് റിയാക്ഷൻ ഫേവർ ചെയ്യാൻ നോക്കും? നമ്പർ ഓഫ് മോൾസ് കുറവുള്ള സൈഡിലേക്ക് റിയാക്ഷൻ ഫേവർ ചെയ്യപ്പെടും. അപ്പോൾ എവിടെയായിരിക്കും ഇവിടെ പ്രഷർ കൂട്ടിക്കഴിഞ്ഞാൽ നമ്പർ ഓഫ് മോൾസ് കുറവുള്ള സൈഡിലായിരിക്കും ഫേവർ ചെയ്യപ്പെടുക റിയാക്ഷൻ. സോ ഫോർവേഡ് റിയാക്ഷൻ വിൽ ബി ഫേവേർഡ് ഓൺ ഇൻക്രീസിങ് ദ പ്രഷർ. ദിസ് ഈസ് എ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. Reducing the concentration of hydrogen favors forward reaction. അത് കറക്റ്റ് ആണോ? അല്ല. റിയാക്ടൻസിന്റെ കോൺസെൻട്രേഷൻ ഇൻക്രീസ് ചെയ്താലേ ഫോർവേഡ് റിയാക്ഷൻ ഫേവർ ചെയ്യും. അപ്പോൾ ഇതും റോങ് ആണ്. ട്രൂ സ്റ്റേറ്റ്മെന്റ് സി. ഇതും ചിലർ ഡി കൊടുത്തിട്ടുണ്ട്. ഡി അല്ല കേട്ടോ. റിയാക്ടൻസ് കൂടുതൽ നമ്മൾ സപ്ലൈ ചെയ്താലേ അവർ തമ്മിൽ റിയാക്ട് ചെയ്ത് പ്രോഡക്റ്റ് ഉണ്ടാവുള്ളൂ. ഇപ്പോൾ ഫോർവേഡ് റിയാക്ഷൻ കൂടുതൽ ഫേവർ ചെയ്യപ്പെടുന്നെങ്കിൽ റിയാക്ടൻസിൻ്റെ കോൺസെൻട്രേഷൻ ഇൻക്രീസ് ചെയ്യണം. പ്രോഡക്റ്റ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് NH3ൻ്റെ കോൺസെൻട്രേഷൻ കുറച്ച് കഴിഞ്ഞാൽ എന്ത് ഫേവർ ചെയ്യും? ഫോർവേഡ് റിയാക്ഷൻ ഫേവർ ചെയ്യും. കറക്റ്റ് ആൻസർ ഇസ് സി. കുറച്ച് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ട്. യെസ്. ഇപ്പം ഇവിടെ യൂസ് ചെയ്യുന്ന പ്രഷർ ഇസ് temperature is 400 to 450 degrees Celsius. Pressure is 200 atm. Catalyst ഏതാ? അയൺ ആണ് കാറ്റലിസ്റ്റ്. അയൺ കാറ്റലിസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യും. ആ കാര്യങ്ങളൊക്കെ ഒപ്റ്റിമം ടെമ്പറേച്ചർ, ഒപ്റ്റിമം പ്രഷർ, ആ കാര്യങ്ങളൊക്കെ ഹേവ് പ്രോസസ് ഒന്ന് നന്നായിട്ട് നോക്കുക. ആൻഡ് ഓൾസോ എപ്പോഴാണ് ലേ ഷാറ്റ്ലിയർ പ്രിൻസിപ്പിൾ അനുസരിച്ച് ഈ കണ്ടീഷൻസ് ഒക്കെ എങ്ങനെയാണ് മാറി മാറി വരണമെന്നുള്ള കാര്യം നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എടുക്കാം. Which of the following metal cannot displace zinc from its salt solution? Magnesium, calcium, aluminium, copper. Answer ഒന്ന് കമൻറ്റ് ചെയ്തേ. ട്രൈ ചെയ്ത് നോക്കൂ. അപ്പം അതിന് മുന്നേ ആയിട്ട് ഇത് മെറ്റൽസിൻ്റെ റിയാക്ഷനിൽ വരുന്നതാണ് അല്ലേ? അത് അറിയണമെങ്കിൽ, ഈ ക്വസ്റ്റ്യൻ ചെയ്യണമെങ്കിൽ നമുക്ക് മെറ്റൽ റിയാക്ടിവിറ്റി സീരീസിനെ കുറിച്ച് ഒരു ഐഡിയ വേണം. മെറ്റൽ റിയാക്ടിവിറ്റി സീരീസ് മേലെ ഉള്ളത് മോസ്റ്റ് റിയാക്റ്റീവ് മെറ്റൽസ് ആണ്. പിന്നെ താഴെ വരുന്തോറും റിയാക്ടിവിറ്റി കുറഞ്ഞു കുറഞ്ഞു വരുന്നു. മെറ്റൽ റിയാക്ടിവിറ്റി സീരീസ്. അപ്പം ഇതിൽ ഇവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത് ഏതാ? സിങ്കിൻ്റെ കാര്യമാണ്. സിങ്കിൻ്റെ ഒരു സോൾട്ട് സൊല്യൂഷൻ, ഫോർ എക്സാമ്പിൾ ഒരു ബീക്കറിൽ നമ്മൾ ZnSO4, സിങ്ക് സൾഫേറ്റ് ഓൾറെഡി ഡിസോൾവ് ചെയ്ത് ZnSO4 സൊല്യൂഷൻ ഉണ്ട്. ഇതിൽ വേറെ ഏതെങ്കിലും ഒരു പീസ് ഓഫ് മെറ്റൽ നമ്മൾ ഇട്ട് വെക്കുകയാണ്, ഡിപ്പ് ചെയ്ത് വെക്കുകയാണെങ്കിൽ, നമ്മൾ ഡിപ്പ് ചെയ്ത മെറ്റൽ മോർ റിയാക്റ്റീവ്, സിങ്കിനേക്കാൾ മോർ റിയാക്റ്റീവ് ആണെങ്കിൽ ആ മെറ്റൽ ഈ സോൾട്ടിൽ നിന്ന് സിങ്കിനെ ഡിസ്പ്ലേസ് ചെയ്ത് ആ മെറ്റൽ ആ സ്ഥാനത്തേക്ക് വരും അല്ലേ? ബാലൻസ് ചെയ്യുക അനുസരിച്ച് നമ്മൾ ബാലൻസ് ചെയ്യുക. അപ്പോൾ ഈ സിങ്കിൻ്റെ മേലെ വരുന്ന, സിങ്കിനേക്കാൾ റിയാക്റ്റീവ് ആയിട്ടുള്ള മെറ്റൽസ് ആണെങ്കിലാണ് സിങ്കിൻ്റെ സോൾട്ട് സൊല്യൂഷനിൽ നിന്ന് സിങ്കിനെ ഡിസ്പ്ലേസ് ചെയ്യുക. ലെസ് റിയാക്റ്റീവ് ആണെങ്കിൽ ഇങ്ങനെ ഡിസ്പ്ലേസ്മെൻറ്റ് നടക്കില്ല. അപ്പോൾ ഇവിടെ ഏതൊക്കെയാ? മെഗ്നീഷ്യം സിങ്കിനേക്കാൾ മോർ റിയാക്റ്റീവ് ആണ്. കാൽഷ്യം ഇസ് ഓൾസോ മോർ റിയാക്റ്റീവ്. അലുമിനിയവും മോർ റിയാക്റ്റീവ് ആണ്. അപ്പോൾ ലെസ് റിയാക്റ്റീവ് ആയിട്ട് വരുന്നത് ഏതാ? കോപ്പർ ആണ് ഈ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ. അപ്പോൾ ആൻസർ ഇസ് ഡി, കോപ്പർ. എസ്, കുറേ പേര് കോപ്പർ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഈ മെറ്റൽ റിയാക്ടിവിറ്റി സീരീസ് പഠിച്ചു വെക്കണം കേട്ടോ. ഈ ക്വസ്റ്റ്യൻ മാത്രമല്ല, ഈ റിയാക്ടിവിറ്റി സീരീസ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ടൈപ്പുള്ള എല്ലാ ക്വസ്റ്റ്യൻസും ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത് കുറേ പേര് കറക്റ്റ് ആൻസർ പറഞ്ഞിട്ടുണ്ട്. യെസ്, ഇത് ക്ലിയർ ആയി എന്ന് വിചാരിക്കണം. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ചാപ്റ്ററിലേക്ക് പോവാം. യെസ്, കുറേ പേര് പറഞ്ഞിട്ടുണ്ട് കോപ്പർ കറക്റ്റാണ്. നെക്സ്റ്റ് ഇസ് കാർബൺ ആൻഡ് ഇറ്റ്സ് കോമ്പൗണ്ട്സ്, നമ്മുടെ തേർഡ് ചാപ്റ്റർ. ഓർഗാനിക് കെമിസ്ട്രി ഇഷ്ടമുള്ളവരുണ്ടോ? കാർബൺ ആൻഡ് ഇറ്റ്സ് കോമ്പൗണ്ട്സ് ആണ് നമ്മൾ നെക്സ്റ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചേ. ദ നമ്പർ ഓഫ് സ്ട്രക്ചറൽ ഐസോമേഴ്സ് പോസിബിൾ ഫോർ ദ കോമ്പൗണ്ട് C4H9OH. അത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഏതൊക്കെ കിട്ടും? C4H9OH.
സ്ട്രക്ചറൽ ഐസോമേഴ്സ് ആണ്. 4 കാർബൺ. അപ്പോൾ സ്ട്രെയിറ്റ് ആയിട്ട് നമുക്ക് 4 കാർബൺ വരയ്ക്കാം. അതിൽ ഫസ്റ്റ് കാർബണിൽ OH അറ്റാച്ച് ചെയ്യാം. ബാക്കി കാർബൺസിൽ വാലൻസി ഫില്ലാവുന്ന രീതിയിൽ ഹൈഡ്രജൻസ് ഇട്ട് കൊടുക്കാം. ഓക്കെ, അപ്പം നമുക്ക് C4H നോക്കിക്കഴിഞ്ഞാൽ 9 H9. ഈ H കൗണ്ട് ചെയ്യില്ലേ, ഇവിടുത്തെ മാത്രമാണ് നമ്മൾ 9 എടുത്തിട്ടുള്ളത്. H9, ബാക്കി വരുന്നത് OH. അപ്പോൾ ഒരു സ്ട്രക്ചർ വരച്ചു. ഇങ്ങനെ മാറ്റി മാറ്റി നമുക്ക് എത്ര സ്ട്രക്ചേഴ്സ് വരയ്ക്കാൻ പറ്റും? 2 ഐ തിങ്ക് ജോ പറയുന്നുണ്ട്. 2 കിട്ടുള്ളൂ. ഒന്നുകൂടി നോക്കിക്കേ. ഇനി നമുക്ക് എങ്ങനെ വരയ്ക്കാം? ഇപ്പൊ OH ഉള്ളത് ഏത് പൊസിഷനിലാണ്? ഇതിനെ നമ്മൾ നമ്പർ ചെയ്യാൻ തുടങ്ങുക. ഫങ്ഷണൽ ഗ്രൂപ്പ് ഏത് കാർബണിലാണോ അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ആ കാർബണിനെ 1 കൊടുക്കുക. അപ്പോൾ 1 2 3 4 ഇവിടെ നിന്നും നമ്പർ ചെയ്യാമായിരുന്നു. പക്ഷെ എങ്ങനെയാണ് ആക്ച്വലി ചെയ്യേണ്ടത്? OH അറ്റാച്ച് ചെയ്ത് അല്ലെങ്കിൽ ഫങ്ഷണൽ ഗ്രൂപ്പ് വരുന്ന കാർബണിന് വേണം ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുക, അല്ലെങ്കിൽ ലോവസ്റ്റ് നമ്പർ കൊടുക്കുക. ഓക്കെ, ഇനി നമുക്ക് എങ്ങനെ എഴുതാം? CH3 ആദ്യം കാർബൺസ് മാത്രം ഞാൻ എഴുതാം. 4 കാർബൺ വരച്ചു. ആദ്യം അറ്റത്തെ കാർബണിലല്ലേ OH കൊടുത്തത്. ഇപ്പം നമുക്ക് സെക്കൻഡ് കാർബണിൽ OH കൊടുക്കാം. ബാക്കി വാലൻസിക്ക് അനുസരിച്ച് ഹൈഡ്രജൻസ് ഫിൽ ചെയ്യാം. ഓക്കെ, ഇങ്ങനെ ഒരു സ്ട്രക്ചർ കിട്ടിയോ? ദിസ് ഇസ് ബ്യൂട്ടാൻ 1 ഓൾ വെറസ് ദിസ് കോമ്പൗണ്ട്. ഇതിൽ സെക്കൻഡ് കാർബണിലാണ് OH വരുന്നത്. ഇവിടെ നമുക്ക് ഇവിടുന്നോ ഈ സൈഡിൽ നിന്നോ നമ്പർ ചെയ്യാം. പക്ഷെ എങ്ങനെയാണ് നമ്മൾ ചെയ്യുക? ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തിരുന്നെങ്കിൽ, ലൈക്ക് ഇവിടെ നിന്ന് തുടങ്ങിയിരുന്നെങ്കിൽ 1 2 3 4 അങ്ങനെ വരില്ലേ? അപ്പൊ തേർഡ് കാർബണിലാണ് OH അറ്റാച്ച് ചെയ്യുന്നത്. അങ്ങനെയല്ല നമ്മൾ കൊടുക്കേണ്ടത്. ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് സെക്കൻഡിൽ OH കിട്ടും. അപ്പൊ അങ്ങനെയാണ് നമ്പർ ചെയ്യുന്നത്. ഓക്കെ, ദിസ് ഇസ് ബ്യൂട്ടാൻ 2 ഓൾ. ദിസ് ഇസ് ബ്യൂട്ടാൻ 1 ഓൾ. ഇനി ഇത് ഓർത്തിട്ടാണോ 2 പറഞ്ഞേ? ഇനിയും പോസിബിലിറ്റീസ് ഉണ്ടോ? ഒന്നുകൂടി ട്രൈ ചെയ്തേ. നമ്മൾ ഇത്രയും നേരം 4 കാർബണും സ്ട്രെയിറ്റ് ചെയിൻ ആയിട്ട് മാത്രമാണ് വരച്ചതല്ലേ. പക്ഷെ നമുക്ക് എങ്ങനെയും ചെയ്യാം. 3 കാർബൺ ഇങ്ങനെ, 1 കാർബൺ സൈഡ് ചെയിൻ ആയിട്ട് കൊടുത്തൂടെ? അപ്പം ഇങ്ങനെയും നമുക്ക് ചെയ്യാം. അതിൽ അറ്റത്തെ കാർബണിൽ OH ഞാൻ അറ്റാച്ച് ചെയ്യുന്നു. വിൽ ബി ഹാവിങ് CH3 CH CH2 OH. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇതേ കാർബൺ സ്കെൽട്ടൺ 3 കാർബൺ സ്ട്രെയിറ്റ് ചെയിനും 1 കാർബൺ സബ്സ്റ്റിറ്റ്യൂവൻ്റ് ആയിട്ട് മിഡിൽ കാർബണിൽ കൊടുത്തു. ആൻഡ് സെൻറ്റർ കാർബണിലാണ് നമ്മൾ OH അറ്റാച്ച് ചെയ്യുന്നത്. അപ്പം ഇതിനെ മെയിൻ ചെയിന്, ഇതാണ് മെയിൻ ചെയിൻ. അതിലെ കാർബണിനെ 1 2 3 ഇങ്ങനെ നമ്പർ ചെയ്തു. ഇതിൻ്റെ കോമ്പൗണ്ടിൻ്റെ പേര് എന്തായിരിക്കും? സെക്കൻഡ് പൊസിഷനിൽ മീഥൈൽ ഗ്രൂപ്പ് 2 മീഥൈൽ. ഇനി മെയിൻ ചെയിനിൽ എത്രയാണ് വരുന്നത്? 3 കാർബൺസ് അല്ലേ? 3 മീഥൈൽ പ്രൊപ്പാൻ 1 ഓൾ. പ്രൊപ്പാൻ 1 ഓൾ. ഈ കോമ്പൗണ്ടോ? അഗെയിൻ മെയിൻ ചെയിനിൽ വരുന്നത് 3 കാർബൺസ് ആണ്. നമ്പർ ചെയ്യുമ്പോൾ ഇതിൽ എവിടെ നിന്ന് നമ്പർ ചെയ്താലും കാർബൺ OH അറ്റാച്ച് ചെയ്തത് കാർബണിലേക്ക് സെക്കൻഡ് പൊസിഷൻ തന്നെയാണ് കിട്ടുക. സോ 1 2 3. ദിസ് ഇസ് 2 മീഥൈൽ പ്രൊപ്പാൻ 2 ഓൾ. ഓക്കെ, അപ്പം ഇത്രയും പോസിബിലിറ്റീസ് ആണ് ഉള്ളത്. ഇവിടെ ചിലർക്ക് തോന്നാം ഈ OHനെ ഈ കാർബണിൽ അറ്റാച്ച് ചെയ്താലോ എന്ന്, അല്ലേ? തോന്നിയായിരുന്നോ? CH3 CHOH CH2 CH3. പക്ഷെ ഇങ്ങനെ ചെയ്താലും നമ്മൾ നമ്പർ ചെയ്യുക എവിടെ നിന്നായിരിക്കും? ഇവിടെ നിന്നായിരിക്കും. 1 2 3 4 അവിടെ നിന്ന് നമ്പർ ചെയ്യില്ല. OH അറ്റാച്ച് ചെയ്ത കാർബണിൽ ലെസ് നമ്പർ വരണേ. അപ്പം എഗെയിൻ അത് എന്ത് തന്നെ ആവും? ബ്യൂട്ടാൻ 2 ഓൾ തന്നെ, ഈ കോമ്പൗണ്ട് തന്നെ ആവും. അതുകൊണ്ടാണ് നമുക്ക് ആ പോസിബിലിറ്റി സെപ്പറേറ്റ് ആയിട്ട് എഴുതാത്തത്. അത് രണ്ടും സെയിം കോമ്പൗണ്ട്സ് ആണ്. ടോട്ടൽ നമുക്ക് 4 സ്ട്രക്ചറൽ ഐസോമേഴ്സ് കിട്ടി.
യെസ്, സോ 4 ആണ് ആൻസർ. ആൻസർ ഇസ് 4. സ്ട്രക്ചറൽ ഐസോമേഴ്സിൻ്റെ എണ്ണം 4 ആണ്. അപ്പം ഇതും കുറച്ച് പേർക്ക് ഫസ്റ്റ് നിങ്ങൾ ട്രൈ ചെയ്തപ്പോൾ 2 കിട്ടിയുള്ളൂ. 2 അല്ല, ഇനിയും കൂടുതലുണ്ട്. 4 നമുക്ക് ഇവിടെ ടോട്ടൽ കിട്ടും. ശ്രദ്ധിക്കണം കേട്ടോ. ഓക്കെ, അപ്പം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എടുക്കാം. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. അപ്പോൾ ഇവിടെ ടോട്ടൽ നമ്പർ ഓഫ് സ്ട്രക്ചറൽ ഐസോമേഴ്സ് എത്ര കിട്ടി? 4. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ IUPAC നെയിം ഓഫ് ദ കോമ്പൗണ്ട് ഗിവൺ ബിലോ ഈസ്. ഈ കോമ്പൗണ്ട് IUPAC നെയിം ഒന്ന് എഴുതി നോക്കാം. സ്ട്രക്ചർ ക്ലിയർ ആവുന്നുണ്ടോ? ഇതിൻ്റെ നെയിമാണ് നമ്മൾ നെയിമിങ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഫസ്റ്റ് നെയിമിങ് ചെയ്യുമ്പോൾ എപ്പോഴും ലോങ്ങസ്റ്റ് കാർബൺ ചെയിൻ ഐഡൻറ്റിഫൈ ചെയ്യണം. അപ്പോൾ ഇവിടെയാണെങ്കിൽ ആദ്യം നമ്മൾ ഡിഫോൾട്ടായിട്ട് സ്ട്രേറ്റ് ചെയിൻ ആണല്ലോ നമ്മുടെ മൈൻഡിൽ വരിക. അപ്പോൾ ഇവിടെയാണെങ്കിൽ 1 2 3 4 5 കാർബൺസ് ഉണ്ട്. ഇനി പക്ഷെ അങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് കിടക്കുന്ന ഏതാണോ അതിനെ മാത്രം മെയിൻ ചെയിൻ ആയിട്ട് നമ്മൾ എടുക്കരുത്. ചില കേസിൽ അങ്ങനെയും വരാം. നമ്മളെപ്പോഴും നോക്കേണ്ടത്, സപ്പോസ് ഇവിടെ എങ്ങനെ CH2 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 CH3 അല്ലെങ്കിൽ CH2 CH3 ഇങ്ങനെയാണ് കിടക്കുന്നതെങ്കിൽ അപ്പോൾ ഏതായിരിക്കും മെയിൻ ചെയിൻ? ഇങ്ങനെ പോയി 1 2 3 4 5 6 7 8 കൂടുതൽ നമ്പർ വരുന്നത് ഇങ്ങനെയല്ലേ. അപ്പോൾ ഇതായിരിക്കും നമ്മൾ മെയിൻ ചെയിൻ ആയിട്ട് എടുത്തിട്ടുണ്ടാവുക. അപ്പം അങ്ങനത്തെ കാര്യങ്ങൾ നോക്കിയിട്ട് വേണം ചെയ്യാൻ കേട്ടോ. അപ്പോൾ സ്ട്രെയിറ്റ് ആയിട്ട് കിടക്കുന്നതല്ല, ഏതിലൂടെ പോകുമ്പോഴാണോ നമുക്ക് കാർബൺ എണ്ണം കൂടുതൽ കിട്ടുന്നത് അത് മെയിൻ ചെയിൻ ആയിട്ട് എടുക്കുക. ഇനി അങ്ങനെ മാത്രം നോക്കാൻ പാടില്ല. ചിലപ്പോൾ ഇവിടെ 5 കാർബൺസ് വരും, ഇങ്ങനെ പോകുമ്പോൾ 4 കാർബൺസ് ആണെന്ന് വിചാരിക്കും. എവിടെയാണോ ഡബിൾ ബോണ്ട് ഒക്കെ വരുന്നത്, ഡബിൾ ബോണ്ട് ട്രിപ്പിൾ ബോണ്ട് അതൊക്കെ വരുവാണെങ്കിൽ അത് വേണം നമ്മൾ മെയിൻ ചെയിൻ ആയിട്ട് ചൂസ് ചെയ്യാൻ കേട്ടോ. ഈ ഒരു കേസിൽ 1 2 3 4 5 ഇങ്ങനെ പോയാലും 5 കാർബൺ ചെയിൻ ആണ്. ഇങ്ങനെ പോയി നോക്കിയാലോ, ഈ കാർബണിൽ പോയിട്ട് ദെൻ താഴെ പോവാ. ഇങ്ങനെ നോക്കുവാണെങ്കിൽ 1 2 3 4 5 6. അപ്പോൾ 6 വരുന്നത് ഇങ്ങനെ നോക്കുമ്പോഴല്ലേ കൂടുതൽ എണ്ണം വരുന്നത് എവിടെയാണോ അത് വേണം മെയിൻ ചെയിൻ ആയിട്ട് ചൂസ് ചെയ്യാൻ, അല്ലാതെ സ്ട്രെയിറ്റ് ആയിട്ട് കിടക്കുന്നതല്ല. അപ്പോൾ നമ്മൾ ഇത് മെയിൻ ചെയിൻ ആയിട്ട് ചൂസ് ചെയ്യരുത്, ഇതാണ് നമ്മുടെ മെയിൻ ചെയിൻ. ഓക്കെ, ഓൾസോ ഇവിടെ ഡബിൾ ബോണ്ട് വരുന്നത് ഈ ഒരു ചെയിനിലാണ്. അപ്പോൾ എന്തായാലും അത് തന്നെയാണ് നമ്മൾ മെയിൻ ചെയിൻ ആയിട്ട് ചൂസ് ചെയ്യേണ്ടത്. അപ്പോൾ മെയിൻ ചെയിനിൽ എത്ര കാർബൺസ് വരുന്നുണ്ട്? ഇനി നമുക്ക് ഇവിടെ നിന്ന് നമ്പർ ചെയ്യണോ ഈ സൈഡിൽ നിന്ന് നമ്പർ ചെയ്യണോ? എവിടെയാണോ ഫങ്ഷണൽ ഗ്രൂപ്പ് അല്ലെങ്കിൽ ഡബിൾ ബോൺസ് വരുന്നത് ആ കാർബണിൽ കുറഞ്ഞ നമ്പർ കിട്ടുന്ന അല്ലെങ്കിൽ പ്രയോറിറ്റി കൂടുതൽ കിട്ടുന്ന രീതിയിൽ വേണം നമ്പർ ചെയ്യാൻ. നമ്മൾ ഇവിടെ നിന്ന് വേണം സ്റ്റാർട്ട് ചെയ്യാൻ. ഈ കാർബണിലല്ലേ ഡബിൾ ബോണ്ട് വരുന്നത്. ഈ ഡബിൾ ബോണ്ട് ക്ലിയർ ആണോ? അപ്പം ഇതിന് നമ്പർ 1 കൊടുത്തു, ദെൻ 2 3 4 5 6. അപ്പോൾ മെയിൻ ചെയിൻ സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക കേട്ടോ, കാർബണിൻ്റെ എണ്ണം കൂടുതലായതായിരിക്കണം. അല്ലെങ്കിൽ എവിടെയെങ്കിലും ഡബിൾ ബോണ്ടോ ട്രിപ്പിൾ ബോണ്ടോ വരുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ മെയിൻ ചെയിനിൻ്റെ പാർട്ടായിട്ട് ചൂസ് ചെയ്യണം. ഇതൊന്നും കൂടെ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് വേണമെങ്കിൽ ഞാൻ എഴുതി കാണിച്ചു തരാം. CH3 CH2 C, ഇതിനെ ഞാൻ മെയിൻ ചെയിൻ ലൈക്ക് ഇങ്ങനെ കൊടുക്കാം. CH2 CH ഡബിൾ ബോണ്ട് CH2. ഇത് രണ്ടിനെയും സബ്സ്റ്റിറ്റ്യൂൻസ് ആയിട്ട് കൊടുക്കാം. CH3 CH2 CH3. CH3. ഓക്കെ, ഇനി നെയിം ചെയ്തേ. അപ്പോൾ മെയിൻ ചെയിനിൽ 6 കാർബൺസ് വരുന്നുണ്ട്. അപ്പോൾ ഹെക്സ് ആയിരിക്കും വേർഡ് റൂട്ട്. അതിൽ തന്നെ ഫസ്റ്റ് കാർബണിൽ ഡബിൾ ബോണ്ട് വരുന്നുണ്ട്. അപ്പോൾ ഹെക്സ്. ഇവിടെ ഈ രണ്ട് ഇതൊന്നും ഉണ്ടായിരുന്നില്ല, ജസ്റ്റ് ഇവിടെ രണ്ടും H2 ആയിരുന്നെങ്കിൽ H2 എന്നായിരുന്നെങ്കിൽ ദിസ് ഇസ് ഹെക്സ് 1 ആയിരുന്നേനെ അല്ലെങ്കിൽ ഹെക്സീൻ ആയിരുന്നേനെ അല്ലേ. പക്ഷെ ഇവിടെ എന്താ നമുക്ക് ഡിഫറൻസ് ഉള്ളത്? ആ കാർബണിൽ ഏത് കാർബണാ? 4th കാർബണിൽ
fourth carbon we have ഒരു CH3 ഗ്രൂപ്പും ഒരു C2H5 ഗ്രൂപ്പ് അല്ലെങ്കിൽ CH2CH3 ഗ്രൂപ്പും ഉണ്ട് അല്ലേ? അപ്പോൾ ഇതിൻ്റെ നെയിം ഇസ് ഒന്ന് ചെയ്ത് നോക്കിയേ. നിങ്ങൾ ജസ്റ്റ് ഇതിൻ്റെ ഒരു നെയിം എഴുതിയാൽ മതി. അപ്പം എന്തായിരിക്കും വരിക? 4 ഈതൈൽ. ഫോർത്ത് കാർബണിൽ ഈതൈൽ ഗ്രൂപ്പും ഉണ്ട് മീതൈൽ ഗ്രൂപ്പും ഉണ്ട്. അതിന് ഏതായിരിക്കും നമ്മൾ ആദ്യം എഴുതുക? EM. ആൽഫബറ്റിക്കൽ ഓർഡർ ഫോളോ ചെയ്യണ്ടേ? അപ്പോൾ ഫസ്റ്റ് ഈതൈൽ, 4 ഈതൈൽ, then comma 4 methyl, 4 methyl, hex 6 carbon അല്ലേ? hex 1ene. hex 1ene. ഇതാണ് കറക്റ്റ് ആൻസർ കേട്ടോ. മെയിൻ ചെയിൻ ചൂസ് ചെയ്യേണ്ട കാര്യമൊക്കെ ശ്രദ്ധിച്ച് ചെയ്യാം. ഓക്കെ, ഇപ്പം നെയിമിങ്, ഐസോമറിസം അത് റിലേറ്റഡ് ഒക്കെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. എത്തനോൾ ക്യാൻ ബി കൺവേർട്ടഡ് ഇൻ ടു എത്തനോയിക് ആസിഡ് ബൈ ട്രീറ്റിംഗ് ഇറ്റ് വിത്ത്. എത്തനോൾ ഇസ് CH3CH2OH. എത്തനോളിനെ എന്താക്കി മാറ്റുകയാണ് വേണ്ടത്? എത്തനോയിക് ആസിഡ് ആക്കി മാറ്റണം. ആസിഡ് മീൻസ് CH3C ഡബിൾ ബോണ്ടോ OH ആക്കി മാറ്റണം അല്ലേ? ഇവിടെ 2 ഹൈഡ്രജനെ മാറ്റിയിട്ട് ഓക്സിജൻ ആക്കണം. റിമൂവൽ ഓഫ് ഹൈഡ്രജൻ ആൻഡ് അഡീഷൻ ഓഫ് ഓക്സിജൻ ഇസ് നോൺ ആസ് ഓക്സിഡേഷൻ. അപ്പോൾ ഓക്സിഡേഷൻ ആണ് നമുക്ക് ചെയ്യേണ്ട പ്രോസസ്സ്. എത്തനോയിക് ആസിഡ് ഓക്സിഡേഷൻ ആണ് ചെയ്യേണ്ടത്. ഇതിൽ ഏതാ ഓക്സിഡൈസിങ് ഏജന്റ് ആയിട്ട് വരുന്നത്? ആൽക്കലൈൻ KMnO4 പ്ലസ് ഹീറ്റ്. ആൽക്കലൈൻ KMnO4 പ്ലസ് ഹീറ്റ്. KMnO4 is an oxidizing agent. So this is an oxidizing agent. Oxidizing agent. നോട്ട് ചെയ്ത് വെക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ ആൽക്കലൈൻ KMnO4 പ്ലസ് ഹീറ്റ് ആണ് യൂസ് ചെയ്തിട്ടുണ്ടാവും. A is the correct answer. Nickel in presence of H2, that is a reducing agent. ഹൈഡ്രജൻ അഡീഷൻ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നതാണ് നിക്കലിൻ്റെ പ്രസൻസ്. നിക്കൽ അല്ലെങ്കിൽ പലേഡിയം, പ്ലാറ്റിനം ഇങ്ങനത്തെ മെറ്റൽസിൻ്റെ പ്രസൻസിൽ ഹൈഡ്രജൻ ഗ്യാസ് യൂസ് ചെയ്യുന്നത് റിഡക്ഷന് വേണ്ടിയിട്ടാണ്. സോഡിയം ഇൻ എത്തനോൾ അതും റെഡ്യൂസിങ് ഏജന്റ് ആണ്. കോൺസെൻട്രേറ്റഡ് H2SO4 ഇറ്റ് ഈസ് എ ഡീഹൈഡ്രേറ്റിംഗ് ഏജന്റ്. വാട്ടർ മോളിക്യൂൾ എലിമിനേറ്റ് ആവുകയാണ് ചെയ്യുക. H2SO4 ആണ് യൂസ് ചെയ്തിരുന്നതെങ്കിൽ, കോൺസെൻട്രേറ്റഡ് H2SO4 ആണ് നമ്മൾ യൂസ് ചെയ്തിരുന്നെങ്കിൽ CH2 ഒരു H ഇങ്ങനെ എഴുതാം, CH2OH. 2SO4 യൂസ് ചെയ്തിരുന്നെങ്കിൽ എന്തായിരിക്കും നടക്കുക? ഡീഹൈഡ്രേഷൻ ആയിരിക്കും നടക്കുക. അതായത് ഒരു വാട്ടർ മോളിക്യൂൾ ഇവിടെ നിന്ന് എലിമിനേറ്റ് ആയും ഇവിടെ ഡബിൾ ബോണ്ട് ഫോം ചെയ്യും. CH2 ഡബിൾ ബോണ്ട് CH2. So this is a dehydrating agent. Dehydrating agent. This is oxidizing agent. ഇത് രണ്ടും reducing agent. നമുക്ക് ഇവിടെ ചെയ്യേണ്ടത് ഓക്സിഡേഷൻ ആയിരുന്നു. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത് ആൽക്കലൈൻ KMnO4 ആണ്. ഓക്കെ, പിന്നെ ഒരു ക്വസ്റ്റ്യനും കൂടെ ഉണ്ട്. ഇത് ക്ലിയർ ആയോ എല്ലാവർക്കും? അപ്പോൾ ഈ റിയാക്ഷൻസ് വരുന്ന പോർഷൻ ഒന്ന് നോക്കുക കേട്ടോ. നെക്സ്റ്റ് വി ഹാവ് ഈ ഒരു ക്വസ്റ്റ്യൻ കൂടെ ബാക്കിയുള്ളൂ, കഴിയാറായി. ഈതേഴ്സ് ആർ ഫങ്ഷണൽ ഐസോമേഴ്സ് ഓഫ്. ഈതേഴ്സ് എന്താ? ROR വരുന്ന ഗ്രൂപ്പ്സിനെയാണ് നമ്മൾ ഈതേഴ്സ് എന്ന് പറയാം. ഈതേഴ്സ് ഫോർ എക്സാമ്പിൾ CH3OCH3, മെത്തോക്സി മീത്തേൻ അല്ലെങ്കിൽ ഡൈമീഥൈൽ ഈതർ എന്ന് പറയും. 2 ഈതൈൽ ഗ്രൂപ്പ്സ് ആണെങ്കിലോ C2H5OC2H5. ദിസ് ഇസ് ഡൈഈതൈൽ ഈതർ. അപ്പോൾ ഇതാണ് ജനറലി നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുക ROR അല്ലെങ്കിൽ ROR'. ഇതിന് ഫങ്ഷണൽ ഐസോമേഴ്സ് ആയിട്ട് വരുന്ന കോമ്പൗണ്ട്. ഇപ്പോൾ ഇത് തന്നെ, ഇതിൽ എത്ര ഫോർമുല വരുന്ന? C2H6O അല്ലേ?
ഇതിൻ്റെ തന്നെ ഒരു എത്തനോൾ എഴുതി നോക്കിയാലോ. 2 കാർബൺ വരുന്ന ഒരു ആൽക്കഹോൾ എഴുതുവാണെങ്കിൽ ദാറ്റ് ഈസ് CH3CH2OH. CH3CH2OH 2 കാർബൺ വരുന്നതാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെയും ഫോർമുല C2 2 കാർബൺ 3 4 5 6 ഹൈഡ്രജൻസ് O. അപ്പോൾ ഇത് രണ്ടിൻ്റെയും സെയിം ഫോർമുല അല്ലേ വരുന്നത്. This is an alcohol. This is an ether. ROR വരുന്നതാണ് ether. ROH വരുന്നതാണ് alcohols. അപ്പോൾ ഇത് രണ്ടും എന്ത് ടൈപ്പ് സെയിം, these two have same formula but different structures അല്ലേ. മെത്തോക്സി മീഥേൻ അല്ലെങ്കിൽ ഡൈമീഥൈൽ ഈതറും എത്തനോളിനും സെയിം ഫോർമുലയാണുള്ളത് C2H6O. പക്ഷെ അത് രണ്ടും ഡിഫറെൻറ്റ് സ്ട്രക്ചേഴ്സ് ആണ്. എന്തിലാണ് ഡിഫറൻസ് വരുന്നത്? ഫങ്ഷണൽ ഗ്രൂപ്പിലാണ് വ്യത്യാസം അല്ലേ. ഇവിടെ ഫങ്ഷണൽ ഗ്രൂപ്പ് ഈസ് OH, ആൽക്കഹോളിൽ OH ആണ്. ഇവിടെ ഇതാണ് ഫങ്ഷണൽ ഗ്രൂപ്പായിട്ട് വരുന്നത്. സോ ദീസ് ടു ആർ ഫങ്ഷണൽ ഗ്രൂപ്പ് ഐസോമേഴ്സ്. അപ്പം ഈതേഴ്സിൻ്റെ ഫങ്ഷണൽ ഐസോമേഴ്സ് ആരാണ്? ആൽക്കഹോൾസ്. യെസ്, അത് കുറേ പേര് കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതോടെ ക്വസ്റ്റ്യൻസ് കഴിഞ്ഞു വൈൻഡപ്പ് ചെയ്യാം അല്ലേ. എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാം. ഓൾ ദി വെരി ബെസ്റ്റ്.